ലൈവിനകത്ത് കുറച്ചു നേരം മുമ്പ് നമ്മുടെ ജാസ്മിനും പിന്നെ ജാസ്മിന്റെ അമ്മയും തമ്മിലൊരു കോൺവെർസേഷൻ ഉണ്ടായി. ജാസ്മിൻ കള്ളം ഒന്നും പറയാത്ത പുണ്യവതി ആയതുകൊണ്ടായിരിക്കും ഉമ്മയോട് പോലും, നിങ്ങളൊന്ന് ഓർത്തു നോക്കണം, സ്വന്തം ഉമ്മയോട് പോലും ജിൻഡോ കള്ളം പറയുന്നതൊക്കെ വലിയ കാര്യമായിട്ട് പറയുവാണ്. ജാസ്മിൻ ചെയ്ത കള്ളങ്ങളെല്ലാം ഓൾറെഡി പല വീഡിയോകളിലായിട്ട് നമ്മൾ തന്നെ പൊളിച്ചു വിട്ടതാണ്. നോട്ട് ദ പോയിന്റ്, ചെയ്ത കള്ളങ്ങൾ. ജിൻഡോ കള്ളം പറഞ്ഞിട്ടേ ഉള്ളൂ, ജാസ്മിൻ കള്ളത്തരം ചെയ്തു. എന്നിട്ടാണ് ഇരുന്ന് ഡയലോഗ് അടിക്കുന്നത്. പ്രേക്ഷകര് പൊട്ടന്മാരാണെന്നാണ് ഈ മുല്ലേച്ചിയുടെ വിചാരം. ഗെയിമിന് വേണ്ടി എല്ലാരും ചില കഥകള് പറഞ്ഞു എന്ന് വരും, അല്ലെങ്കിൽ കള്ളക്കഥകൾ മെനഞ്ഞെടുത്തു എന്ന് വരും. ചിലത് ആർക്കും മനസ്സിലാവത്തില്ല, ചിലത് പൊളിഞ്ഞു വീഴും. അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും മത്സരാർത്ഥികളുടെ എക്സിസ്റ്റൻസ് തന്നെ. അതാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഗെയിം. അതിന്റെ ആ ഒരു പ്രൊമോ സോങ് തന്നെയാണ് അസതോമ സദ്ഗമയ, അസത്യത്തിൽ നിന്നും സത്യത്തിലേക്ക്. ജാസ്മിൻ പുറത്തുനിന്ന് പ്ലാൻ ചെയ്ത് വന്ന് കോംബോ ഗെയിം കളിച്ച് കള്ളങ്ങൾ പറഞ്ഞ് പ്രേക്ഷകരെ പൊട്ടന്മാരാക്കിയ പോലെ ഒന്നും ജിൻഡോ ചെയ്തിട്ടില്ല. ജിൻഡോ കട്ടയ്ക്ക് മത്സരിച്ചിട്ടുണ്ട് എല്ലാരുമായിട്ടും, കോംബോ പിടിച്ച് നിന്നിട്ടില്ല. അതാണ് ജിൻഡോയ്ക്ക് കിട്ടുന്ന സ്വീകാര്യത. ജിൻഡോ ഒന്ന് വിമർശിക്കാൻ പോലുമുള്ള അധികാരം ജാസ്മിൻ ഇല്ല. അതിൻ്റെതായ ഒരു ക്വാളിറ്റിയും ജാസ്മിനിലും കണ്ടിട്ടില്ല. ജാസ്മിന്റെ ക്വാളിറ്റിയെ പറ്റി പറയുമ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ഓർത്തു നോക്കിയേ, സ്വന്തം ഉമ്മയുടെ അടുത്ത് സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് പോലും ജിൻഡോയുടെ കുറ്റം പറയാൻ ജാസ്മിൻ മറന്നിട്ടില്ല. അത് പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ സ്വയം പുണ്യവതിയായിട്ട് അങ്ങ് ചമയുവാണ്. ജാസ്മിൻ ആണ് ലോകത്തെ ഏറ്റവും ബെസ്റ്റ്, വേറെ എല്ലാവരും മോശക്കാരാണ്. അതാണ് ജാസ്മിന്റെ വിചാരം. ആ ഉമ്മയാണെങ്കിൽ ഗെയിമിന്റെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. പക്ഷെ ആരോട് പറയാൻ? ഇതിനോടൊക്കെയല്ലേ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നത്? എന്തെങ്കിലും മനസ്സിലാക്കാനുള്ള ബോധമുണ്ടോ, വകതിരിവുണ്ടോ, വിവരമുണ്ടോ? ഒന്നുമില്ല. പിന്നെ ജാസ്മിന്റെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും ഭീകരമായ കോൺഫിഡൻസ് ആണ്, കപ്പടിക്കും എന്നൊക്കെ ഉള്ളത്. വാഗ്ദാനമായിരിക്കുമെന്നേ ഇതൊക്കെ ഹാക്ക് പറഞ്ഞ് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. വോട്ടില്ലെങ്കിലും ജാസ്മിൻ ഈ സീസൺ വിജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നത് ഇതുകൊണ്ടാണ്, ഇവരുടെ കോൺഫിഡൻസ് കാരണമാണ്. പിന്നെ ബിഗ് ബോസിന്റെ ആരാണ്ടർ വകയാണല്ലോ നമ്മുടെ ജാസ്മിൻ. അപ്പൊ അതുകൊണ്ട് ബിഗ് ബോസ് ജാസ്മിന്റെ ആരാണ്ടർ വകയായോണ്ട് പിന്നെ അങ്ങനെ നമുക്ക് തോന്നുന്നതാണ്. അതിലും അങ്ങനെ വരുമോ എന്ന് നമുക്ക് കണ്ടറിയാം. പക്ഷെ ജിൻഡോ ഭയങ്കര കള്ളനാണെന്നൊക്കെയാണ് അവിടെ നിന്ന് പറയുന്നത്, പേരൻസിന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ പോലും. അവരാണെങ്കില് മോൾക്ക് അയാളുമായിട്ടുള്ള ഗ്രഡ്ജ് കാരണം അയാളോടൊന്ന് മിണ്ടുന്ന പോലും, അയാളെ ഫേസ് ചെയ്യാൻ പോലും ഇവര് മടിക്കുന്നു. എന്ത് നാണം കെട്ട പേരൻസ് ആണെന്ന് നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ.